വികസന ചർച്ചയ്ക്ക് പിണറായി വിജയനെ വെല്ലുവിളിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നുണയുടെ കൊട്ടാരമെന്ന് രൂക്ഷ വിമർശനം. കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണം പിണറായിയുടെ കഴിവില്ലായ്മയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ പ്രവർത്തനം പൂർണ്ണ പരാജയമാണെന്ന ആക്ഷേപവുമായാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാർ കേരളത്തെ അകമൊഴിഞ്ഞു സഹായിച്ചു. എന്താണ് സത്യം? CPM-ഉം കോൺഗ്രസും ഭരിക്കുന്ന UPA സർക്കാർ 2004 മുതൽ 14 വരെ അവര് കേരളത്തിന് കൊടുത്ത കാശാണ് 72,000 കോടി. ഇതാണ് ഫാക്ട്. 2014 ജനങ്ങൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസ് ഈ നാട്ടിൽ വേണ്ട, രാജ്യത്തിൽ വേണ്ട. നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കാശ് കൊടുത്തു? 3,32,000 കോടി. ഇതാണ് സത്യം. അപ്പോൾ UPA ഭരിക്കുമ്പോൾ പിണറായി വിജയൻജി ഒരു സമരവും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട്? ഇത് 4 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി 4.5 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ പിന്നെ എന്തിനാണ് കാശ് കിട്ടുന്നതെന്ന് പറഞ്ഞു? പിണറായി കേന്ദ്രത്തെ സഹായിച്ചില്ലെന്ന വാദമുയർത്തുന്നത് പച്ചക്കള്ളമാണ്. കണക്കുകളാണ് ഇതിന് ഉത്തരം പറയുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് പിണറായി സർക്കാരാണെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. എന്നിട്ട് അതിന്റെ ഫലം എന്താണ്? 7 ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാർ തന്ന ഫലമാണ് നാടിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. 30% തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം. അപ്പോൾ 7 ലക്ഷം കോടി ചെലവാക്കി. അതും 7 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെസീറ്റ് അത് ഞാൻ ചേർത്തിട്ടില്ല. ഗവൺമെന്റ് റെസീറ്റ് ചേർത്താൽ അത് 10 ലക്ഷം കോടി, 10 കൊല്ലത്തിൽ 10 ലക്ഷത്തിന് കൂടുതൽ കോടി ചെലവാക്കിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർക്കാർ. 1600 കോടി രൂപയുടെ കേന്ദ്ര പ്രോജക്റ്റാണ് കേരളത്തിന് നൽകാതെ തടഞ്ഞു വച്ചിരിക്കുന്നത്. 16,000 കോടി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ചവിട്ടിവെച്ചിരിക്കുക. കേരള ലോസ്റ്റ് ഓവർ 16,000 crores ഡ്യൂ ടു നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സെൻട്രൽ സ്കീംസ്. ഇതൊരു ഫാക്ടാണ്. CAG പറഞ്ഞ കാര്യമാണ്. ഉളുപ്പുണ്ടെങ്കിൽ പിണറായി രാജിവെക്കാൻ തയ്യാറാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.